This one. Yeah. That's good eyesight. That was good eyesight, that is. ഹായ് ഗൈസ്, യു കെയിൽ സ്നേക്ക് ഇല്ലെന്ന് പറയണ്ടായിരുന്നു. ഇപ്പം ഞാൻ റോട്ടിൽ സ്നേക്കിനെ കണ്ടപ്പോൾ ഡെയിലി ലൈഫിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ പിന്നീടാണ് 8ന്റെ പണി എനിക്ക് കിട്ടിയത്. ഹായ് ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഷിഫ്റ്റ് മൾട്ടിപ്പിൾ ഡ്രോപ്പ് ഓഫ് ആണ്. ആസ് യൂഷ്വൽ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ചെയ്യേണ്ടത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടാക്കോ കാർഡ് ഇട്ട് 15 മിനിറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓരോ കമ്പനിയിലും ഓരോ സിസ്റ്റം. ഇവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് മാനുവലായിട്ട് നമ്മൾ ഓരോന്ന് ചെക്ക് ചെയ്ത് ടിക്കറ്റ് പോകണം. നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും അവർ എൻജിൻ ഓയിൽ അളവ്, അതുപോലെ തന്നെ എയർ, എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്പ്ലേയിൽ എന്തെങ്കിലും കത്തിയിട്ടുണ്ടോ, മിറർ ഓക്കെ ആണോ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ടിക്കറ്റ് അത് പോകണം. ഞാൻ ഓൾറെഡി ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒന്നുകൂടി വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ട് വേണം നമുക്ക് വണ്ടി എടുത്ത് ഡ്രൈവ് ചെയ്ത് പോകാൻ. അപ്പോൾ നമുക്ക് ഏകദേശം 20 ഡ്രോപ്പ് ഓഫാണ് ഇന്നുള്ളത്. ഈ ഇരിക്കുന്ന സാധനങ്ങളാണ് നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ളത്. നമുക്ക് ഇതിലോട്ട് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും പാല്, ലിക്കർ, വെജിറ്റബിൾ ഐറ്റംസ്, അങ്ങനെ എല്ലാ ഗ്രോസറി സാധനങ്ങളും ഇവരിവിടുന്ന് ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്ലാസ് 2 വണ്ടിയിലാണ് ഇത് ഡെലിവറി ചെയ്യണത്. ഇതിന് ഇൻബിൽറ്റ് ആയിട്ടൊരു ലിഫ്റ്റ് വന്നുകൊണ്ട് തന്നെ സാധനങ്ങൾ ഈ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യണതും അൺലോഡ് ചെയ്യണതും ഈ ലിഫ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. വേറെ പുറത്തുനിന്ന് ഫോർക്ക് ലിഫ്റ്റിൻ്റെ ഒന്നിൻ്റെ സഹായം വേണ്ട. ഈ ലിഫ്റ്റ് ഈ വണ്ടിയിൽ ഉള്ളതുകൊണ്ട് ഈ വണ്ടിയുടെ ബോഡി ഒരു ടെമ്പറേച്ചർ കൺട്രോളർ ബോഡിയാണ്. അതുകൂടാതെ നമുക്കൊരു ചെറിയ ഫ്രീസറും ഇതിന് വരുന്നുണ്ട്. കാരണം ഇതിനകത്ത് കൊണ്ടുപോകുന്നത് മൊത്തം ഫുഡാണ്. ഫുഡ് ഐറ്റംസുകൾ നമുക്ക് പൊതുവെ ഒരു ടെമ്പറേച്ചർ കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൻ്റെ ലിഫ്റ്റ് നമുക്ക് പുറത്തുനിന്നും അകത്തുനിന്നും കൺട്രോൾ ചെയ്യാം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് വീഡിയോയിൽ കാണുന്ന മാതിരി തന്നെ മുകളിലോട്ടൊരു ബട്ടൺ ഉണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് മുകളിലോട്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ താഴത്തോട്ടുള്ള ബട്ടണിലേക്ക് ലിഫ്റ്റ് താഴത്തോട്ടാവുകയും ചെയ്യും. കൺട്രോൾ ചെയ്യാൻ വളരെ ഈസിയാണിത്. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ തന്നെയാണ്. ഡെയിലി ലൈഫിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവരിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവർ സാധനങ്ങൾ ബൾക്കായിട്ട് മാത്രമാണ് സെയിൽ ചെയ്യുള്ളൂ. അതായത് നമുക്കൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ, സ്ഥാപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു പബ്ബ് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഒരു നേഴ്സിംഗ് ഹോമോ അല്ലെങ്കിൽ ഒരു സ്കൂളോ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി നമുക്ക് ഡെലിവറി ചെയ്ത് തരും. അതുകൂടാതെ നമുക്ക് ഇവിടെയും വന്ന് വാങ്ങാൻ സാധിക്കും. അതല്ലാതെ നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർക്ക് നേരിട്ട് വന്ന് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ സാധിക്കില്ല. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യാനുള്ള അഡ്രസ്സ് കിട്ടി. ഇനി സാധനങ്ങൾ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അവസാനം ഇറക്കാനുള്ള സാധനമാണ് ആദ്യം കയറ്റേണ്ടത്. അങ്ങനെ ഒരു റിവേഴ്സ് ഓർഡറിൽ സാധനങ്ങൾ കയറ്റിയാലാണ് നമുക്ക് ഡെലിവറി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യമേ ഓർഡറാക്കി ആദ്യം കയറ്റേണ്ടത് അവസാനം കയറ്റേണ്ടതൊക്കെ ശരിക്കും ഒരു ഓർഡറാക്കി നിരത്തി വെച്ച് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടിയിലേക്ക് കയറ്റാൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവരെല്ലാ സ്ഥലത്തേക്കുള്ള സാധനങ്ങൾ കേജിലാക്കി പാക്ക് ചെയ്ത് സ്റ്റിക്കർ ഒട്ടിച്ച് അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ഒന്നുകൂടി കൺഫേം ചെയ്യണം. നമ്മൾ ഒരേ ഡെലിവറി അഡ്രസ്സിലേക്ക് 2 കേജിലാക്കി ഇവരുടെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2 കേജിനുള്ള സാധനവും അതില്ല. അപ്പോൾ 1 കേജിൽ വേണമെങ്കിൽ കയറ്റാം. അങ്ങനെ ഞാൻ നോക്കി ഇതിനകത്ത് നിന്ന് 1 കേജി ഒഴിവാക്കി 1 കേജിലേക്ക് എല്ലാ സാധനങ്ങളും കയറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലവും കിട്ടും, വണ്ടിയിൽ സ്ഥലവും ഫ്രീ ആയി കിട്ടും, നമ്മുടെ ടൈമും ലാഭിക്കാം. ഇറക്കുകയും കയറ്റുകയും ചെയ്യാനുള്ള ടൈമും ലാഭിക്കാമെന്ന് വെച്ചിട്ട് ഞാനെല്ലാം 1 കേജിലേക്ക് ആക്കി. ഒരു അഡ്രസ്സിലേക്കുള്ള 2 സാധനങ്ങളൊക്കെ 1 കേജിലേക്ക് ആക്കി. പക്ഷേ പിന്നീടാണ് 8ന്റെ പണി എനിക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം റിവേഴ്സ് ഓർഡറിൽ സാധനങ്ങൾ വണ്ടിയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നേരത്തെ കിട്ടിയ 8ന്റെ പണി എനിക്ക് മനസ്സിലായത്. ഈ സാധനം ഓവർലോഡായിട്ട് തള്ളി ഈ വണ്ടിയിലേക്ക് കയറ്റാൻ പറ്റുന്നില്ല. നല്ല വെയിറ്റായി. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് തള്ളി കയറ്റാൻ പറ്റാത്തൊരവസ്ഥയായി. ശരിക്കും ഇത് ഈസി ആയിട്ട് കയറ്റാൻ പറ്റുന്ന സാധനമാണ്. കാരണം അതിൻ്റെ അടിയിൽ ട്രോളി വീലാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തള്ളി കയറ്റാനും ഇറക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഇത് ഞാൻ ഓവർലോഡ് കയറ്റിക്കൊണ്ടാണ് ഇത്രയും ടൈറ്റ് വന്നത്. അപ്പോൾ ഞാനും എൻ്റെ സപ്പോർട്ട് സ്റ്റാഫ് കൂടി കഷ്ടപ്പെട്ട് ഇത് എങ്ങനെയും ഇതിൻ്റെ അകത്തേക്ക് കയറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ മിക്സ് ചെയ്ത് ഒരെണ്ണത്തിൽ കയറ്റിയ 2 ട്രോളി മാത്രമേ ഹെവി ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ ഈസി ആയിരിക്കുമെന്ന്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാരെ എന്നേക്കാളും വേഗം പണി തീർക്കണമെന്ന് വെച്ചുകൊണ്ട് കുറേ ട്രോളിയിൽ നല്ല ഓവർലോഡ് കയറ്റി വെച്ചിട്ടുണ്ട്. അത് മൊത്തം ലിക്കറാണ്. ഒരു 90% ലിക്കർ കയറ്റിയേക്കണോണ്ട് നല്ല ലോഡുണ്ട്. അത് ഞങ്ങൾ 2 പേര് തള്ളിയിട്ട് ഇറങ്ങണ്ടായിരുന്നില്ല. പിന്നെ ഒരു കണക്കിന് ഓരോന്നായിട്ട് അങ്ങനെ ഞാൻ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ശരിക്കും ഒരു ലെയറിൽ 3 ട്രോളി വെക്കാൻ പറ്റും. പക്ഷേ ഒരു ലെയർ ഫ്രീസറാക്കി മാറ്റിയതുകൊണ്ട് 2 ലെയർ മാത്രമേ നമുക്ക് ട്രോളി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വണ്ടിയുടെ ബോഡിയുടെ അളവനുസരിച്ചാണ് ഇവർ ട്രോളി എല്ലാം ക്രമീകരിച്ചേക്കണത്. അതുപോലെ ലോഡ് ലിഫ്റ്റ് കയറ്റിയ ഈ സേഫ്റ്റി ലോക്ക് 3 സ്ഥലത്ത് നമ്മൾ ഉറപ്പായിട്ട് ഇടണം. അല്ലെങ്കിൽ ഇത് ട്രോളി വീലാണ്. ലിഫ്റ്റ് പൊക്കുമ്പോൾ അത് വേണമെങ്കിൽ ബാക്കോട്ട് ഇങ്ങനെ തെന്നി നീങ്ങി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എപ്പോൾ ലോഡ് കയറ്റുമ്പോഴും ഇറക്കുമ്പോഴും ആ സേഫ്റ്റി ലോക്ക് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്കത് ചെയ്യാൻ. വൺസ് നമുക്കിതെല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് യാർഡിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വളരെയധികം കെയർഫുള്ളായിട്ട് ഇതെവിടെയാണ് എത്തിക്കേണ്ടത് ആ ഡെസ്റ്റിനേഷനിൽ ഭംഗിയായിട്ട് എത്തിക്കേണ്ട കടമ ഡ്രൈവറുടെയാണ്. ഒരുപാട് പൊട്ടണതും ഡാമേജ് ആവുന്ന സാധനങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഇതൊന്നും ഡാമേജ് ആവാണ്ട് കറക്റ്റായിട്ട് ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്ത് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അതുപോലെ ഇത് ഡെലിവറി ചെയ്യുമ്പോൾ അവരത് കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്യും. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിന് പൊട്ടലോ പ്രശ്നങ്ങളോ ഉണ്ടോയെന്ന്. അപ്പോൾ അത് കറക്റ്റ് ലിസ്റ്റിലുള്ള സാധനങ്ങളാണോ വന്നേക്കണേന്ന് അവരെല്ലാം നോക്കി അവരുടേത് നമ്മൾ സൈൻ വാങ്ങിച്ചിട്ട് വേണം ഓരോ ഡെസ്റ്റിനേഷനിൽ നിന്ന് പോരാൻ. അപ്പോൾ ഇന്നിത് ഡെലിവറി ചെയ്യാൻ പോണത് ഞാൻ ഒറ്റയ്ക്കല്ല. ഇവിടുത്തെ ഒരു സപ്പോർട്ട് സ്റ്റാഫിനെ കൂടെ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലോഡിംഗ് എല്ലാം ഏറെക്കുറെ കഴിഞ്ഞു. ഇനി നമുക്ക് ബെൽറ്റ് ഇട്ട് സെക്യൂർഡ് ആക്കണം. ബെൽറ്റ് ഇട്ട് സെക്യൂർഡ് ആക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഈ ട്രോളി വീൽ ആയതുകൊണ്ട് തന്നെ വണ്ടി ഓടണ സമയത്ത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളത് മൂവ് ചെയ്യാണ്ടിരിക്കാൻ ബെൽറ്റ് ഇട്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം മുറുക്കാനായിട്ട്. പിന്നെ നമ്മളിന്ന് പോണത് ഇത്തിരി റൂറൽ ഏരിയയിലേക്കാണ്. ഒത്തിരി കയറ്റം ഇറക്കമൊക്കെ ഉള്ള വഴികളാണ്. അതുപോലെ തന്നെ ബാക്ക് ഷട്ടർ അടച്ചിട്ട് ഒരു ലോക്കിലേക്ക് നമുക്ക് ഇടാൻ പറ്റും. ആ ലോക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടിയുടെ കൂടെ ഇട്ടാണ് കീ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ഫ്രോസൺ ഫുഡ് കൂടി ലോഡ് ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് വണ്ടിയുടെ കുറച്ച് ഭാഗം ഫ്രീസറായിട്ടാണ് ചെയ്തേക്കണേ. അങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള ഫ്രോസൺ ഐറ്റംസ് കൂടി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ഓർഡറിൽ വേണം കയറ്റാനായിട്ട്. ആദ്യം കൊടുക്കണ ആർക്കാണെന്ന് നോക്കിയിട്ട് ആ ഡെലിവറി അനുസരിച്ച് വേണം കയറ്റാനായിട്ട്. അങ്ങനെ നമ്മുടെ ലോഡിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ലോഡ് ചെയ്തതിന് ശേഷം ടയറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, എയർ കുറവുണ്ടോ എന്നുള്ളതും പിന്നെ മഡ് ഗാർഡ് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള രീതിയിൽ ഫുള്ളും നമ്മൾ വണ്ടി ഒന്നുകൂടി ചെക്ക് ചെയ്യണം. പിന്നെ നമുക്കുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വണ്ടിയുടെ ഹൈറ്റ്. ആസ് എ ട്രക്ക് ഡ്രൈവർ എന്ന നിലയിൽ ഒരു വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ ആ വണ്ടിയുടെ ഹൈറ്റും വെയിറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. എസ്പെഷ്യലി ഹൈറ്റ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ മൈൻഡിൽ വേണം. നമ്മൾ ഒരുപാട് ലോ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോണതാണ്. ഇതിമേ ഒന്നും ഹിറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ബ്രിഡ്ജ് കണ്ട് ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ വണ്ടിക്ക് പോവാൻ അലോഡാണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്ന വണ്ടിയുടെ ഹൈറ്റ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം യുകെയിലെ എല്ലാ ബ്രിഡ്ജിൻ്റെ അടിയിലും ആ ബ്രിഡ്ജിലൂടെ പാസ്സായി പോകാൻ പാടില്ലാത്ത വണ്ടിയും പോകാൻ പറ്റുന്ന വണ്ടിയും എഴുതി വെച്ചിട്ടുണ്ടാവും അതിൻ്റെ ഹൈറ്റ്. അപ്പോൾ ആ ഹൈറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ട് റോട്ടിൽ നിർത്തി നോക്കാണ്ട് ആ റണ്ണിങ്ങിൽ തന്നെ നമുക്കത് മനസ്സിലാക്കി വണ്ടി ഓടിച്ച് പാസ് ചെയ്ത് പോകാൻ പറ്റണം. അങ്ങനെ ഞാനും എൻ്റെ കൊളീഗും കൂടി എൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ ഡീസൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കമ്പനിയിൽ നിന്ന് ഡീസൽ കാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി പോണ വഴിക്ക് ഡീസൽ അടിക്കണം വണ്ടിക്ക്. അങ്ങനെ പോകുന്ന വഴിക്ക് ഡീസൽ അടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു ഇന്ന്. നമുക്ക് ഫസ്റ്റ് അൺലോഡ് ചെയ്യാനുള്ളത് ഒരു ഗോൾഫ് ക്ലബ്ബിലാണ്. അപ്പോൾ ഞാൻ ഗോൾഫ് ക്ലബ്ബിലേക്ക് എത്താറായി. അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. പൊതുവെ നമ്മൾ കിച്ചൺ ഭാഗത്താണ് ലോഡ് അൺലോഡ് ചെയ്ത് കൊടുക്കാറ്. പക്ഷേ റോട്ടിൽ എന്തോ പണി നടക്കണ കാരണം അങ്ങടേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ കിച്ചൺ സ്റ്റാഫ് പറഞ്ഞു ആ വഴിയിൽ ഇറക്കി വെച്ചോ, ഞങ്ങളത് തള്ളി കൊണ്ടുപോയിക്കോളാം, ട്രോളി വീൽ ആയതുകൊണ്ട് തള്ളി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളവിടെ വണ്ടി നിർത്തി സാധനങ്ങൾ അവിടെ അൺലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ യു കെയിൽ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ വർക്ക് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ വെതർ തന്നെയാണ് ഏകദേശം ഇപ്പോൾ ഇവിടെ. അതേ സമയത്ത് വിൻ്റർ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡാണ് നമുക്കിവിടെ പണിയെടുക്കാനായിട്ട്. ഒന്നാമത് ഫ്ലോറും കാര്യങ്ങളൊക്കെ തെന്നും. പിന്നെ നമ്മളൊരു നല്ല വെയിറ്റുള്ള ജാക്കറ്റൊക്കെ ഇട്ട് ഈ പണിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ പോരാത്തതിന് ഒടുക്കത്തെ തണുപ്പും പറയണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് സപ്പോർട്ടിങ് സ്റ്റാഫായിട്ട് ഒരാളുണ്ട്. ചില സമയത്ത് സപ്പോർട്ടിങ് സ്റ്റാഫൊന്നും ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ നല്ല ഹാർഡായിട്ട് തോന്നും. നമുക്കൊരു വർത്താനം പറയാൻ പോലും ഒരാളുണ്ടാവില്ല. ഒരു സാധനം മറിഞ്ഞു പോയാലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഒരു ചെറിയ തോതിലെങ്കിലും ഒന്ന് കൈവച്ച് സഹായിക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല. വളരെ റെയറായിട്ടാണ് നമുക്കൊരു സപ്പോർട്ടിങ് സ്റ്റാഫിനെ തരാറ്. നിലവിൽ ഇവിടെ യു കെ മൊത്തം ഡ്രൈവർമാരാണ് പൊതുവെ എല്ലാ പണിയും ചെയ്യണത്. ഡ്രൈവിങ്ങും ലോഡിങ്ങും അൺലോഡിങ്ങും എല്ലാം ചെയ്യണത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ സപ്പോർട്ടിങ്ങിനായിട്ടൊരു കിളിയോ അല്ലെങ്കിൽ ക്ലീനർ എന്നൊക്കെ പറയുന്ന ഒരാൾ കൂടെ ഉണ്ടാവും. എപ്പോഴും വലിയ വണ്ടിയിൽ ഒരാൾ കൂടെ ഉണ്ടാവും. ഇവിടെ അങ്ങനെ ഒരാളെ തരവില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇറക്കിയാൽ തന്നെ അവിടുത്തെ സൂപ്പർവൈസർ അതിപ്പോൾ എവിടെ ഇറക്കണ കെയർ ഹോമാണെങ്കിൽ കെയർ ഹോം, ബാറാണെങ്കിൽ ബാറിൽ ഇറക്കിയതിന് ശേഷം അവിടുത്തെ സൂപ്പർവൈസറെ കണ്ട് അവിടുന്ന് സൈൻ വാങ്ങണം. അതുപോലെ തന്നെ ഇറക്കിയ സാധനങ്ങളെല്ലാം അവരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിച്ച് എല്ലാം ഓക്കെ ആണെന്ന് വരുത്തിയിട്ട് വേണം സൈൻ വാങ്ങിച്ച് അവിടുന്ന് നമുക്ക് പോരാനായിട്ട്. എന്നിട്ട് ഈ ലോഡ് എല്ലാം കഴിഞ്ഞ് നമ്മൾ യാർഡിൽ തിരിച്ചെത്തുമ്പോൾ
എല്ലായിടത്തും ഇറക്കിയ കിട്ടിയ സൈനും കാര്യങ്ങളും എല്ലാം കൂടിയുള്ള പേപ്പർ നമുക്ക് അവിടുത്തെ ട്രാൻസ്പോർട്ട് മാനേജറെ ഏൽപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ ഇന്ന് ലോഡ് ഇറക്കുമ്പോൾ ഇതിന് മുന്നത്തെ ലോഡ് ഇറക്കിയ കേജ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ കേജ് നമ്മൾ റിട്ടേൺ എടുത്തുനിന്ന് യാർഡിൽ ഇറക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറക്കിയ കേജുകൾ കുറച്ചധികം ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഭംഗിയായിട്ട് മടക്കി ഇതിൻ്റെ ഉള്ളിൽ കയറ്റി നമ്മൾ നേരെ യാർഡിൽ കൊണ്ട് തട്ടണം. എന്നാലാണ് തിരിച്ച് അടുത്ത ലോഡിന് നമുക്കത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ നമ്മൾ 10 സ്ഥലത്ത് ലോഡ് ഇറക്കേണ്ട ഈ 10 സ്ഥലത്തു നിന്നും കേജ് ഇതിൻ്റെ ഒപ്പം തന്നെ റിട്ടേൺ എടുത്ത് കൊണ്ടുവരികയും ചെയ്യണം. നമ്മുടെ ഫസ്റ്റ് ലോഡ് സെക്യൂർഡായിട്ട് ഇറക്കി അവിടുത്തെ റിട്ടേൺ എടുക്കാനുള്ള കേജൊക്കെ എടുത്തു. അതുപോലെ തന്നെ ലോഡുകളെല്ലാം സെക്യൂർഡായിട്ട് ചെക്ക് ചെയ്യിപ്പിച്ച് സൈൻ വാങ്ങിച്ച് അവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്മൾ അതിൻ്റെ ഒരു സൈനും വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇറങ്ങി. അടുത്ത ഡെലിവറി ഒരു പബ്ബിലേക്കാണ്. ഈ കാണുന്നതാണ് പബ്ബ്. ഇത് കണ്ടിട്ട് ഒരു വീട് പോലെ തോന്നുന്നുണ്ട്, ഒരു പബ്ബായിട്ട് തോന്നണില്ല. ഇത് സിറ്റിയിൽ നിന്നൊക്കെ ഒത്തിരി മാറി ഗ്രാമപ്രദേശത്ത് ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഒരു പബ്ബാണ്. പൊതുവേ നമ്മൾ ചെയ്യാറ് ഒരു പബ്ബിലോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബിലോ വന്നിട്ട് അവിടുത്തെ കിച്ചണിലേക്ക് റിവേഴ്സ് വെച്ചിട്ടാണ് സാധനങ്ങൾ ഇറക്കാറ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് റിവേഴ്സ് കിച്ചണിലേക്ക് വെക്കാൻ പറ്റില്ല, ദൂരം ഉണ്ടാവും കിച്ചൺ. ഇത് അങ്ങനെ ഒരു സ്ഥലമാണ്, അത്യാവശ്യം നടക്കാനുണ്ട്, നടന്ന് വേണം ഇവിടെ കൊണ്ടുപോയി കൊടുക്കാനായിട്ട്. അപ്പോൾ കേജൊക്കെ ഞങ്ങൾ തള്ളിക്കൊണ്ടുവന്ന് എത്തിച്ച്. പിന്നെ ഫ്രോസൺ സാധനം കുറച്ചുണ്ടായിരുന്നു, അത് ഞങ്ങൾ സെപ്പറേറ്റ് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അത് കൂടാണ്ട് നമ്മുടെ ഫ്രണ്ട് അവിടെ നിന്ന് സൈൻ ചെയ്ത് പേപ്പറും വാങ്ങിച്ചു. അങ്ങനെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അപ്പോൾ ഇതുപോലുള്ള 20 ഡെലിവറിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാ ഡെലിവറിയും കൂടിയും വീഡിയോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡെലിവറീസാണ് കാണിക്കണുള്ളൂ. അതുപോലെ തന്നെ ഈ എൻ്റെ ലാസ്റ്റ് ഡെലിവറി ചെയ്യാനായിട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്. ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒരു സ്കൂളാണ്. സ്കൂൾ ക്യാൻറ്റീനിലാണ് നമുക്ക് ഇറക്കേണ്ട ലോഡ്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ സപ്പോസ് ഒരു പബ്ബ് തുറക്കണത് 7 മണി അല്ലെങ്കിൽ 6 മണിക്കൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഡെലിവറി കൊണ്ട് പോകണ രാവിലെ 8 മണിക്കൊക്കെ ആണെങ്കിൽ അവിടെ ആരും ഉണ്ടാവില്ല സ്റ്റാഫ്. അപ്പം നമ്മൾ അവരെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ട് അവരെ ഏതെങ്കിലും സ്റ്റോർ റൂമിൻ്റെ പാസ്വേഡ് വാങ്ങിച്ച് അത് ഓപ്പൺ ചെയ്ത് ഈ സാധനങ്ങൾ അവിടെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം അവിടുന്ന് തിരിച്ചു പോരാൻ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിലും വേസ് ആപ്പിലും ഇട്ടാലും ചില ലൊക്കേഷനുകൾ കാണിക്കില്ല. ആ ലൊക്കേഷൻ കണ്ടുപിടിക്കലും ഇത്തിരി ഹാർഡാണ്. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് യാർഡിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോട്ടിലൊരു പാമ്പ്. This one. It is a snake as well. It's a snake there, mate. Yeah. That's good eyesight. That's good eyesight, that is. ഹായ് ഗൈസ്, UK സ്നേക്ക് ഇല്ലെന്ന് പറയണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ റോട്ടിൽ സ്നേക്കിനെ കണ്ടപ്പോൾ ലോഡ് വണ്ടി റോട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി കണ്ടത്. ഇവനും അത്ഭുതം. ഹായ്, ഫസ്റ്റ് ടൈം? First time seeing a snake here, yeah. First time, man. അവനോട് ഇതിനു മുന്നേ അവൻ പാമ്പിനെ കണ്ടിട്ടുണ്ടോന്ന് ഞാൻ ചോദിച്ചു. No, never seen a snake before. Never seen? until today. First time How do you feel? Oh, it's mad, yeah, it's crazy, yeah. അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ആദ്യമായിട്ട് പാമ്പിനെ നേരിട്ട് കാണും. First time seeing a snake today, so yeah. ഞാനും എൻ്റെ ഒരു കൊളീഗും കൂടി റോട്ടിൽ കൂടെ പോവുകയായിരുന്നു, ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു. പെട്ടെന്ന് റോട്ടിൽ ഞാൻ സ്നേക്കിനെ കണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ UK ആദ്യമായിട്ട് കാണണം. ഞാൻ വണ്ടി ഒതുക്കി നിർത്തി. അപ്പോൾ ഇവനോട് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല, ഇത് മരക്കഷ്ണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ വിളിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ വിശ്വസിച്ച്. യു ബിലീവ്? Yeah, now I do 100% now seeing it. Yeah, I didn't before, but obviously now since I saw it now, yeah. Thank you. ഇത് ഗ്രാസ് സ്നേക്ക് എന്നറിയപ്പെടുന്ന ഒരിനം പാമ്പാണ്. ഇതിന് വിഷമില്ല. പൊതുവെ ആൾക്കാർക്ക് വിസിബിളായ സ്ഥലങ്ങളിൽ ഇതിനെ കാണാറില്ല. ഇതുപോലെ പൊന്തക്കാട്ടിലോ കാട്ടിലൊക്കെ ആയിരിക്കും ഇത് പൊതുവെ. ഇതിപ്പോൾ നമുക്കിത് വലിയ സംഭവമില്ല, പക്ഷെ അവന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ഇവൻ എല്ലാവരും പോണ വഴിക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ പാമ്പിനെ കണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് യാർഡിലേക്ക് തിരിച്ചെത്തി. ഇനി വണ്ടി കയറ്റിയിട്ട് ഒരു 10 മിനിറ്റ് വാക്ക് അറൗണ്ട് ചെക്ക് ഉണ്ട്. കാരണം ഇത്ര നേരം ഓടി വന്ന വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്ത് എനിക്ക് കുറച്ച് പേപ്പർ വർക്ക് കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് താക്കോല് റിട്ടേൺ കൊടുത്ത് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ.